കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനം ഇന്ന് തന്നെ. മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയുമായി ഇന്ന് 5:30 നിർണായക കൂടിക്കാഴ്ച നടത്തും. ഖാർഗെയുടെ ഡൽഹിയിലെ വസതിയിലാണ് യോഗം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്ന് 3 തിരുവനന്തപുരത്ത് എത്തും. KC വേണുഗോപാലും തിരുവനന്തപുരത്തെത്തും. കേരളത്തിൽ നിന്നും വിളിപ്പിച്ച നേതാക്കളുമായി രാഹുൽ ഗാന്ധി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിൽ നിന്നെത്തിയ നേതാക്കളിൽ ഭൂരിപക്ഷവും KCയുടെ പേരാണ് നിർദ്ദേശിച്ചത്. സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണെന്നും പ്രതിഷേധങ്ങൾ സ്വിച്ചിട്ടതുപോലെ നിന്നത് അതിന്റെ തെളിവാണെന്നും നേതാക്കൾ രാഹുലിനെ അറിയിച്ചു. അധികം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചയ്ക്കായി വർക്കിംഗ് പ്രസിഡന്റുമാർ, KPCC മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ള നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VT സതീശനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നു. പാണക്കാട് നടന്ന നിർണായകമായ ലീഗ് നേതൃയോഗത്തിന് ശേഷമാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗിക തീരുമാനം അറിയിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരള മുഖ്യമന്ത്രി പ്രഖ്യാപനം. ഖാർഗെയുടെ വസതിയിൽ നിർണായക കൂടിക്കാഴ്ച ആരംഭിച്ചു. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്കെത്തി. AICC സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലിനെ വിളിപ്പിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായുള്ള യോഗത്തിലേക്കാണ് KC വേണുഗോപാലിനെ ക്ഷണിച്ചിരിക്കുന്നത്. ഖാർഗെയുടെ വസതിയിലേക്കാണ് വിളിപ്പിച്ചിരിക്കുന്നത്. അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വിളിപ്പിച്ചതെന്നാണ് സൂചന. അതേസമയം മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് തിരിച്ചു. ഇന്ന് വൈകിട്ട് 6:55 ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് എത്തും. നിലവിൽ ഡൽഹിയിലുള്ള KPCCയുടെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് എന്നിവരും ദീപാദാസ് മുൻഷിക്കൊപ്പം കേരളത്തിലേക്ക് മടങ്ങും. 6:30 ഇവർ തിരുവനന്തപുരത്തെത്തും. ദീപാദാസ് മുൻഷിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദവിവരങ്ങൾ പുറത്തെത്തിയിട്ടില്ല. എന്നാൽ മുസ്ലിം ലീഗുമായി ദീപ ചർച്ച നടത്തിയേക്കുമെന്ന് ചില സൂചനകൾ പുറത്തെത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയിട്ടും ഇതുവരെ ആരാകും മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. VT സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കസേരയ്ക്ക് വേണ്ടി കടുംപിടുത്തം പിടിക്കുന്നതാണ് തീരുമാനത്തിലെത്തിച്ചേരാൻ വൈകുന്നതിന് കാരണം.